ഹായ്, ഇന്ന് ഇവിടെ പിറന്നാളാട്ടോ. നമ്മളങ്ങനെ പിറന്നാളൊന്നും ആഘോഷിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇന്ന് ഞങ്ങളത് ആഘോഷിക്കാൻ വിചാരിച്ചു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ സിസ്റ്റർ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങി. എവിടേക്കാന്നൊന്നുമില്ല, ലേശം പെട്രോളൊക്കെ അടിച്ച് ഞാനും അച്ഛനും അമ്മയും പിന്നെ ഓളും കൂടി ആട്ടോ ഒന്ന് പോണേ. അങ്ങനെ പോണ വഴി ഗേറ്റ് അടവപ്പെട്ട് കുറച്ചു നേരം പോസ്റ്റ് ആയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ബീച്ചിൽ പോയാലോ. ഞങ്ങൾ അങ്ങനെ എവിടെ കടലുണ്ടിക്കടവ് അഴിമുഖത്ത് ആദ്യം ഞങ്ങൾ ആ പുഴേൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. അവിടെ കുറേ മീൻ പിടിക്കുന്ന ആൾക്കാരും കുറേ ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. ഇവിടെയാണ് കേട്ടോ കടലും പുഴയും ഒരുമിക്കുന്ന സ്ഥലം. ഇന്ന് സൺഡേ ആയോണ്ട് തോന്നുന്നു അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ കടലുണ്ടിക്കടവ് പാലം എന്ന് പറയുന്നത് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും സെന്ററിലായിട്ടാണ് കേട്ടോ. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറേ വലിയ 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 പാറകളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരണ്ടാണ്, എന്നാലും ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര വെള്ളം കുറവായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയി ചായ കുടിച്ചു, കല്ലുമക്കായൊക്കെ വാങ്ങി കഴിച്ചു. പോണ വഴിക്ക് ഉപ്പിലിട്ടോ കൂടി വാങ്ങി ഞങ്ങൾ കടലുണ്ടിക്കടവ് വിട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് മന്തി കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾക്ക് സിനിമ ആണ് ഒരു പൂതി. അപ്പൊ ഞങ്ങൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്ത് 9:30 ഷോ. അപ്പൊ ഞങ്ങൾ 9:30 വരെ മെല്ലെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടത് സുരഭി മാളിലേക്ക്. സുരഭി മാളിൽ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പൊ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് നേരെ കയറി. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പടം കാണാൻ. അങ്ങനെ ഞങ്ങൾ പടത്തിന് കയറി. കുറെ ചിരിക്കാനുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര അടിപൊളി പടം എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല. സൂഫ്രംസോ ആയിരുന്നു ഞങ്ങൾ കാണാൻ പോയെ. അങ്ങനെ പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ട്. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലോ, ഓള അതിലൊതുക്കി. ഓൾ ആദ്യമായിട്ടാണ് ഓളെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. അടിപൊളി. അതിൽ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.